ഹായ്, ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ട കുറച്ച് ചീര വിളവെടുത്തതാണ്. ചീരകൃഷി എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. കാരണം എന്താണെന്നോ, അത് നന്നായി നോക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്കത് വിളവെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാനും സാധിക്കും. വളരെ ഹെൽത്തി ആണെന്ന് നമ്മൾ പറയേണ്ടതില്ലല്ലോ. ഇന്ന് ഞാൻ ഇവിടെ നട്ടിട്ടുള്ള ചീര വിളവെടുത്തതാണിത്. ഇത് എങ്ങനെയാണ് നട്ടെടുത്തത് നോക്കാം. ഒരു മാസം മുന്നെയാണ് ചീരകൃഷി തുടങ്ങിയത്. നമ്മൾ കുറച്ച് ചീരയുടെ വിത്ത് പാവാണ്. ഇത് നിലത്ത് ഡയറക്റ്റ് ആയിട്ടാണ് ചാല് കീറിയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഞാൻ പാവി കൊടുക്കുന്നത്. ചാനലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീടിന്റെ മുൻവശത്ത് ചെടികൾ വെച്ചതിന്റെ ഇടയിലൂടെ ഒരു 3 ചാല് കീറിയിട്ട് അതിലാണ് ഞാൻ ചീരകൃഷി ചെയ്യുന്നത്. ഇത് കുറച്ചു കാലം നിൽക്കുന്ന ഒരു വിള ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ സാധിക്കും. ഒരു 2-3 മാസം നമുക്ക് ചീര പറിച്ചെടുക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ മുറ്റം പഴയതുപോലെ ആക്കി എടുക്കുകയും ചെയ്യാം. ഗാർഡൻ വാളിൽ ചെടിയൊക്കെ വെച്ചതിന്റെ അടുത്തായിട്ടാണ് ഞാൻ ചീര നട്ടുകൊടുക്കുന്നത്. ചെടീനേക്കാൾ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ആകർഷണീയമായി തോന്നുന്നതും ഈ ചീരയെ തന്നെയാണ്. നമ്മുടെ തടമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമുക്ക് വിത്ത് പാവി കൊടുക്കാം. ഈ ചീരയുടെ വിത്തിന്റെ കൂടെ കുറച്ച് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പാവി കൊടുക്കുന്നത്. ഈ മണ്ണ് നമ്മൾ വിത്തിന്റെ കൂടെ മിക്സ് ചെയ്യണത് എന്തിനാണെന്നോ, അത് പാവി കൊടുക്കുന്ന സമയത്ത് ഒരുമിച്ച് ഒരേ സ്ഥലത്ത് എല്ലാതും കൂടി വീഴില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് വീണ് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരേ കനം കുറച്ചിട്ട് കുറച്ച് മണ്ണ് ഞാൻ തൂവി കൊടുക്കുന്നുണ്ട്. ചിലവർ ഇത് ഏരി എടുത്തിട്ടും ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ തോട് കീറിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും മൂടിയിടാം. മൂടി ഇട്ടില്ലെങ്കിൽ ഒരു കുഴപ്പം വരില്ല. നമ്മൾ ചീര പാവി നിർത്തിയതൊക്കെ നല്ല വളർന്ന് വലുതായിട്ടുണ്ട്. നമ്മൾ പാവി നിർത്തിയ തടത്തിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒത്തിരി ആരോഗ്യം കുറയും. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് തടെടുത്തിട്ട് പറിച്ച് ഒരു നീളത്തിൽ പറിച്ച് വെക്കുകയാണെങ്കിൽ ഒരു 3 മാസത്തോളം നമുക്ക് ഒരു ചീരയിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞ് എടുക്കാൻ സാധിക്കും. എന്റെ ബ്ലാക്ക് കാറ്റ് എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. പറിച്ച് നടാൻ വേണ്ടിയിട്ട് ഞാൻ 3 ചാലുകൾ കീറെടുത്തിട്ടുണ്ട്. ചാല് കീറിട്ടാൽ ചെറിയ കുഴികൾ കൊടുത്തിട്ടുണ്ട്. ഇനി പറിച്ച് നടുമ്പോൾ ആ മണ്ണോടെ കൂടി പറിച്ച് നടാൻ വേണ്ടി ചെറിയ കുഴിയാക്കി വെച്ചിട്ടുള്ളത്. ആ കുഴികളിലും ഓരോന്നിലായിട്ട് ഞാൻ കുറച്ച് വളം ചേർത്ത് കൊടുക്കുകയാണ്. അതിൽ ചാണകപ്പൊടിയും വേപ്പമുണ്ടാക്കും കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പാവണ സമയത്ത് തന്നെ വളമൊക്കെ മിക്സ് ചെയ്ത മണ്ണിൽ പാവി കൊടുക്കാറുണ്ട്. അപ്പൊ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരും. അത് പറിച്ച് നടേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പ്രാവശ്യം നമുക്കത് നരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി കിട്ടും. ചിലവർക്ക് ഇതേപോലെ കളിച്ചെടുക്കാനൊക്കെ മടി ഉണ്ടാവും. കയ്യിൽ മണ്ണാവണതൊക്കെ മടി ഉണ്ടായിരിക്കും. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ബണ്ടൊക്കെ ഇട്ടിട്ട് വളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പാവി കൊടുക്കുകയാണെങ്കിൽ പറിച്ചെടുക്കാം. കൂട്ടത്തോടെ മുളച്ചേന്ന് വലുത് നോക്കി പറിച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ അടുത്തതൊക്കെ വേഗം വളർന്ന് കിട്ടും. എന്ത് തൈകൾ വെച്ച് കഴിഞ്ഞാലും നമുക്ക് അപ്പം തന്നെ നനച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിനൊരു വാട്ടം ബാധിക്കും. നമ്മൾ തൈകൾ പറിച്ചു വെക്കുമ്പോൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ പറിച്ചു വെക്കുകയാണ് നല്ലത്. എന്നാൽ നേരം വെളുക്കുമ്പോഴേക്കും കുറച്ചൊക്കെ ഒരു ക്ഷീണം മാറിക്കിട്ടും. പെട്ടെന്ന് അത് വാടില്ല. കാലത്ത് പറിച്ചേക്കാണെങ്കിൽ അത് വെയിലൊക്കെ ആയിട്ടിട്ട് നല്ല വാടി പോകാനുള്ള ചാൻസും ഉണ്ട്. ഇതുപോലെ ഒരു 2-3 തോട് ചീര ഇതേപോലെ ഒരു ചാല് കീറിയിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ആഴ്ചയും ചുവന്ന ചീര അരിഞ്ഞെടുക്കാൻ പറ്റും. അത് പറിച്ചെടുത്തിട്ട് നമ്മൾ കറി വെക്കുന്നതിനേക്കാളും നല്ലത് അരിഞ്ഞെടുത്ത് വെക്കുകയാണെങ്കിൽ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും ചെയ്യും. കുറേ കാലം അത് നിൽക്കുകയും ചെയ്യും. ചീരൊക്കെ ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ട്. കുറച്ച് സമയം വൈകിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇന്ന് നമ്മുടെ ചീരകൾ വിളവെടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറിച്ചെടുക്കുന്നില്ല, ഓരോന്നായിട്ട് അതിൽ നിന്ന് ഞാൻ അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഫ്രഷ് ഇലന്നായിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ഈ ചീര വിളവെടുക്കാൻ വേണ്ടി നമുക്കിപ്പോൾ എത്ര ഒരു അധ്വാനം നമുക്ക് വേണ്ടി വന്നിട്ടുള്ളൂ? വളരെ കുറച്ചല്ലേ വേണ്ടി വന്നിട്ടുള്ളൂ. എന്ത് ഫ്രഷായ സാധനമാണ് നമുക്ക് കിട്ടിയത്. കൂടാതെ അത് അരിഞ്ഞെടുക്കുമ്പോഴുള്ള സന്തോഷം ഒന്ന് വേറെ അല്ലേ. നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കുറച്ച് അയൽപ്പക്കത്തേക്ക് കൊടുക്കാനും കൂടി ഉണ്ടെങ്കിൽ അതിലും വളരെ സന്തോഷം കൊടുത്താൽ. ഇതിന് കണ്ടില്ലേ, ഒരുപാട് ബ്രാഞ്ചസ് ഇപ്പൊ തന്നെ അതിന് വരാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇത് കുറിച്ചെടുത്താൽ അതിന് കുറച്ച് വളം കൂടി ചേർത്ത് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടി മറ്റും എന്തെങ്കിലും കുറച്ച് വളങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും വിളവെടുക്കാനാവും. അങ്ങനെ ഒരു 3-4 തവണയും കൂടി തന്നെ ഒരു ചീരയിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. ചീര ഞാൻ മുറിച്ചെടുക്കുന്നില്ല, കാരണം ഇത് കുറച്ച് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതിലൊക്കെ ഏകദേശം വിത്തുകളൊക്കെ പാകമായി വരുന്നുണ്ട്. അതൊന്ന് ശേഖരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് മുറിച്ചെടുക്കാതെ നിലനിർത്തുകയാണ്.
നമ്മുടെ ചീരയുടെ ഡാർക്ക് റെഡ് കളർ കണ്ടില്ലേ? ഇതേപോലെ നമ്മുടെ വീട്ടുമുറ്റം ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്ക് വേണ്ടി ഇതേപോലെ ചുവന്ന ചീരയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റി നിർത്തി കൊടുക്കാം. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.